വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് ലെമൺ പ്ലേറ്റ്. ഇന്ന് നമ്മൾ ഒരു ഈസി ആയിട്ടുള്ള ഓവനില്ലാതെ സൂപ്പർ ഫഡ്ജി ചോക്ലേറ്റ് ബ്രൗണിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് 1/2 കപ്പ് മൈദ എടുത്ത് വയ്ക്കണം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ആയതിനു ശേഷം അതിലേക്ക് സെമി സ്വീറ്റ് ചോക്ലേറ്റ് ചിപ്സ് 1/4 കപ്പ് ചേർക്കുക. ഇതില്ലെങ്കിൽ കോമ്പൗണ്ട് ചോക്ലേറ്റും ചേർത്താൽ മതി. ഇതിലേക്ക് 1 മുട്ട, വെജിറ്റേറിയൻസിനാണെങ്കിൽ 1/4 കപ്പ് കട്ട തൈര് ചേർത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ, 1 ടീസ്പൂൺ വാനില എസൻസ്. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒന്നും കൂടിയും ഈ ബാറ്റർ ലൂസാക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം, അതായത് ചൂടുവെള്ളമൊന്നുമല്ല, സാധാ പച്ചവെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ബ്രൗണി ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലോട്ടേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കാം. അതിന് മുകളിൽ ചോക്ലേറ്റ് ചിപ്സ് വെച്ചിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കാം. ഓവനിലാണെങ്കിൽ 180 ഡിഗ്രിയിൽ 30 to 35 മിനിറ്റ്സ് ആണ്. അടുപ്പിലാണെങ്കിൽ 10 മിനിറ്റ് മുന്നേ തന്നെ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിയെടുത്ത അടുപ്പാണ്. അല്പം ഉപ്പിട്ടിട്ട് അതിന് മുകളിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിന് മുകളിലാണ് നമ്മുടെ ബ്രൗണിയുടെ കേക്ക് ടിന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കേണ്ടത്. മൂടി വെച്ചിട്ട് ഏകദേശം ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റും ബാക്കി 25 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഓരോരോ വീട്ടിലും ഫ്ലെയിമിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അത് സമയം നോക്കിയിട്ട് നിങ്ങൾ വേവിച്ചെടുക്കണം. ഈ ബ്രൗണി ചൂടോടെ തന്നെ ശ്രദ്ധയോടെ കേക്ക് ടിന്നിൽ നിന്നും ആ ടൈമിൽ പുറത്തെടുത്തിട്ട് 20 മിനിറ്റ് ചൂട് ആറാൻ വെക്കണം. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാം. അപ്പം നിങ്ങളെല്ലാവരും വീട്ടിലത് ട്രൈ ചെയ്യണം, അഭിപ്രായങ്ങൾ പറയണം. സൂപ്പർ ഈസി ബ്രൗണി റെഡി. So enjoy!